പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനേ അല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തില്ലെന്ന്. പാപ്പു ഇത് തർക്കിക്കാനില്ല. ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക. നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ അന്യനായിപ്പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല. നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത്. പാപ്പക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവടകണ്ട. ഗോഡ് ബ്ലെസ് യു. ഇനി തൊട്ട് അപ്പ ഇല്ല, ഞാൻ വരില്ല. മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ബാല. ഈ അടുത്തിടെയാണ് മകൾക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയ താരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ നൊമ്പരത്തോടെയാണ് മലയാളികൾ കണ്ടത്. ഗായികയായ അമൃത സുരേഷ് ബാലയുടെ മുൻ ഭാര്യയാണ്. ഇരുവരും 2019 വേർപിരിഞ്ഞത്. താരത്തിന്റെ മകളായ അവന്തിക അമൃതയോടൊപ്പമാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശമില്ലേ എന്നുള്ളൊരു ചോദ്യവുമായി നടൻ ബാല രംഗത്തു വന്നിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ആ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു: ഒരു സമയത്ത് എല്ലാവരെയും വെറുത്തിരുന്നു. എന്നാൽ കരൾ രോഗത്തെ തുടർന്ന് മരണം വരെ മുന്നിൽ കാണേണ്ട അവസ്ഥയുണ്ടായി. ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ചില കാര്യങ്ങളും ബോധ്യപ്പെട്ടു. വിവാഹമോചനം നടന്ന സമയത്ത് ഒരു മകനെയോ മകളെയോ അച്ഛനിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടു പോകുമ്പോൾ അച്ഛൻ മാത്രമല്ല തകരുന്നത്, ആ ഒരു കുടുംബം പൂർണ്ണമായുമാണ് തകരുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണെന്നാണ് പറയാറുള്ളത്. എന്താ ഈ ഒരു കാര്യത്തിൽ മാത്രം തുല്യ അവകാശമില്ലാത്തത്? കാശിനേക്കാൾ വലുതല്ലേ മനസ്സ്? ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കോടീശ്വരനായ ഞാൻ പാവപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ ആദ്യം വിവാഹം ചെയ്തത്. അവരെ കണ്ട് ഇഷ്ടപ്പെട്ടു. ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. ഒടുവിൽ എല്ലാം തകർന്നു. മകളെ കാണാൻ അച്ഛന് അവകാശവുമുണ്ട്, അതുപോലെ മകൾക്കും അവകാശമുണ്ടല്ലോ. ഞാൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ആഴ്ചകളോളം കിടന്നു. അപ്പോൾ എന്നെ കാണാനായി അമൃതയുടെ അച്ഛനും വന്നിരുന്നു. ഞാൻ ആരോഗ്യവാനായി ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അച്ഛനെ ഓർത്ത് അമൃത കരഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. മലയാളികൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും. ഒരു മകൾക്ക് അച്ഛൻ ഉണ്ടാകണമെന്നുള്ള ബോധം അവർക്കുണ്ട്. ഇല്ലെങ്കിൽ അമൃത കരയണ്ടല്ലോ. ആ അവസ്ഥയാണല്ലോ എന്റെ മകൾക്കും ഉള്ളത്. ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹിക്കേണ്ടത്. ആശുപത്രിയിലായിരുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് മരണത്തെ അംഗീകരിച്ചു. പക്ഷെ മകൾ വന്ന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതോടെ വീണ്ടും ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ബാല അന്ന് ആ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ മകൾ അവന്തിക ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു.
അച്ഛനെതിരെയായിട്ടാണ് മകൾ അവന്തിക വീഡിയോ പങ്കുവച്ചതും അതിന് പിന്നാലെയാണ് ബാലയുടെ ഈ ഒരു പ്രതികരണം നമ്മൾ കണ്ടത്. അവന്തികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്നെയും എന്നെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ല. എനിക്ക് വളരെ സെൻസിറ്റീവായ ടോപ്പിക്കാണിത്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ഇഷ്ടവുമല്ല. പക്ഷേ എനിക്ക് മടുത്തു. അമ്മയും എന്റെ കുടുംബം മുഴുവൻ സങ്കടപ്പെടുന്നത് കണ്ട് എനിക്ക് മടുത്തു. മാത്രവുമല്ല, എന്നെയും ഇത് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം സ്കൂളിൽ പോയാലും വെറുതെ യൂട്യൂബ് നോക്കിയാലും എല്ലാം എന്നെപ്പറ്റി വെറുതെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമ്മയും എന്നെയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ആ കേട്ടത് ശരിയാണോ, ഇവർ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെയൊക്കെ. എനിക്കതിന് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല. പക്ഷെ സത്യം അതൊന്നുമല്ല. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ അച്ഛനെ പറ്റിയാണ്. എന്റെ ഫാദർ എന്നെ കുറിച്ച് കുറെ വീഡിയോസും ഇന്റർവ്യൂസും ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ മിസ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഗിഫ്റ്റ്സ് എപ്പോഴും കുറെ അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസ് ഉണ്ട്. പക്ഷെ അതിലൊന്നും സത്യമില്ല. എന്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്ക് ഒരു കാരണം പോലുമില്ല. കാരണം എന്നെയും അമ്മയും അമ്മാമ്മയും ആന്റിയും മെന്റലിയും ഫിസിക്കലിയും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച് അച്ഛൻ വീട്ടിൽ വരും. എന്റെ അമ്മയൊക്കെ തല്ലും. എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാകും. ഒരു കാരണവും ഇല്ലാതെയാണ് അമ്മയെ ഉപദ്രവിച്ചിരുന്നത്. കുഞ്ഞായതുകൊണ്ട് തന്നെ എനിക്കൊന്നും അന്നൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്റെ അമ്മയും കുടുംബവും എന്നെ നന്നായി നോക്കുന്നുണ്ട്. അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും എന്നെ തല്ലിയിട്ടില്ല. എനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നിട്ടേയുള്ളൂ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അഭിമുഖങ്ങളിൽ അച്ഛൻ എന്റെ അമ്മയെ പറ്റി ഒരുപാട് നുണയും ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അമ്മയെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അമ്മയെ മാത്രമല്ല എന്നെയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മദ്യപിച്ച് വന്ന് ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു. അമ്മയില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ബോട്ടിൽ എന്റെ തലയിൽ ഇടിച്ചേനെ. അമ്മ അത് കൈവച്ച് ബ്ലോക്ക് ചെയ്തു. അതുപോലെ ഒരിക്കൽ കോർട്ടിൽ പോയപ്പോൾ എന്നെ വലിച്ചിഴച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി. ഒരു മുറിയിലിട്ട് ഫുഡ് പോലും തന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ചെന്നൈയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോൾ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. എനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല. ആ മുഖം എനിക്ക് കാണണ്ട. എന്നെ മിസ് ചെയ്യാറുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു കോളോ ലെറ്ററോ ഒന്നും അയച്ചിട്ടില്ല. ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ ലാപ്ടോപ്പും ഡോളും ഒക്കെ ഞാൻ ചോദിച്ചിട്ടില്ല. അച്ഛന്റെ ഒരു സാധനവും എനിക്ക് വേണ്ട. അന്ന് ആശുപത്രിയിൽ പോയി കാണാൻ എനിക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പോയത്. ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ വളരെ ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട. അതൊരിക്കലും കാണിച്ചിട്ടുമില്ല. വീഡിയോ ഇടുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല. ആരും എനിക്കിപ്പോ ഇപ്പോഴില്ല. ഇത്രയൊക്കെ അച്ഛൻ ഞങ്ങളോട് ചെയ്തിട്ടും അമ്മ ഇപ്പോഴും പ്രാർത്ഥനയിൽ അച്ഛനെ ഉൾപ്പെടുത്തണമെന്നാണ് പറയാറുള്ളത് എന്നുമാണ് അവന്തിക വീഡിയോയിൽ പറയുന്നത്.